നമസ്കാരം. അങ്കിൾ ഓ ചിൽ ടൗണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഡ്രാഗൺസ് പാരഡൈസിൽ മാർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്നുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. മാർക്ക് അവൻ്റെ അച്ഛൻ അവനിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്ന ആ ലൈബ്രറിയിലൂടെ അങ്ങനെ കടന്നു പോയപ്പോഴാണ് അവൻ രസകരമായ ഒരു മരുന്ന് കണ്ടത്. സ്ത്രീകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ശരിക്കും ഒരു ഊർജം ഉണ്ടാക്കുന്ന ആ മരുന്നിനെ കുറിച്ച് വായിച്ചപ്പോൾ അവന് എമിലി ബ്ലാക്കിനെ ഓർമ്മ വന്നതുകൊണ്ടാണ് അവൻ ആ മരുന്നുണ്ടാക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാർക്ക് ചുവപ്പ് നിറത്തിലുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കിയെടുത്തു. ഒരു മനോഹരമായ ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് കയ്യിലേക്ക് എടുത്തപ്പോൾ മാർക്കിന് പോലും ആ ടാബ്ലറ്റിൽ വല്ലാത്തൊരു ആകർഷത്വം തോന്നുകയാണ്. ആ ടാബ്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ മാർക്ക് പിറ്റേ ദിവസം അത് എമിലിക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കിടക്കുന്നത്. നേരം വെളുത്ത് റെഡിയായ ഉടൻ മാർക്ക് നേരെ ചെന്നത് ഡോളർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കടയിലേക്കാണ്. അത് യഥാർത്ഥത്തിൽ മിഡിൽ സിറ്റിയിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ലഭിക്കാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല. രാവിലെ മാള് തുറന്നപ്പോൾ തന്നെ മാർക്ക് അവിടെ എത്തിയെന്ന് പറയാം. മാർക്ക് ആ മാളിൽ തിരഞ്ഞ് കണ്ടുപിടിച്ചത് ഒരു ചെറിയ ഉടൻ പെട്ടിയാണ്. ശരിക്കും മനോഹരമായ ഒരു ഉടൻ ബോക്സ്. ആ ഉടൻ ബോക്സുമായി വീട്ടിൽ മടങ്ങിയെത്തിയ മാർക്ക് അതിലേക്ക് അവൻ തലേദിവസം ഉണ്ടാക്കിയ ആ ടാബ്ലറ്റ് എടുത്തു വെച്ചു. അവൻ ആദ്യമായി എമിലി ബ്ലാക്കിന് ഒരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് തലേദിവസം രാത്രിയും അന്ന് രാവിലെയുമായി അവൻ നടത്തിയത്. എമിലി ബ്ലാക്കിന് കൊടുക്കാനുള്ള സമ്മാനവുമായി മാർക്ക് എമിലിയുടെ വീട്ടിലെത്തി. മാർക്കിനെ കണ്ടപ്പോൾ എമിലിക്ക് ശരിക്കും സന്തോഷം. മാർക്ക് മാർക്ക് ഒരു താരമായി മാറുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. മാർക്കിനെ കണ്ടപ്പോൾ തന്നെ എമിലി മാർക്കിനെ സന്തോഷത്തോട് സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയാണ്. മിസ് എമിലി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ കഴിയാത്തത്? മാർക്കിന്റെ ആ മറുപടി കേട്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ അധികം നാൾ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് അങ്ങ് തലസ്ഥാനത്തേക്ക് മടങ്ങേണ്ടി വരും. മിസ് എമിലി തലസ്ഥാനത്തേക്ക് പോയാൽ ഞാനും കൂടെ വരാം. മാർക്ക്, അതത്ര എളുപ്പമല്ല. അവിടെ ശക്തരായ ആളുകളുണ്ട്. അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ മാർക്കിന് പറ്റുമോ? അതൊന്നും ഒരു വിഷയമല്ല. എമിലി കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആർക്കെതിരെയും പിടിച്ചു നിൽക്കും. മാർക്ക് വളരെ കൂളായിട്ട് അതിന് പറഞ്ഞപ്പോൾ എമിലി ഒന്ന് ചിരിച്ചു. മാർക്ക്, നിന്റെ ഈ കോൺഫിഡൻസ് എനിക്കങ്ങ് ഇഷ്ടമായി കേട്ടോ. ശരി, എന്തായാലും നീ ഒരു ദിവസം ന്യൂ സെലസ്റ്റിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ടേ. പ്രസന്റോ? എനിക്കോ? അതേന്ന് ഞാൻ എമിലിക്കൊരു സമ്മാനമായിട്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് സമ്മാനം എടുക്കാനായി അവൻ്റെ പാൻസിന്റെ പോക്കറ്റിലേക്ക് കൈ വെച്ചപ്പോൾ ഒരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ടതും മാർക്കും എമിലിയും ഒരുമിച്ച് പുറത്തേക്ക് നോക്കി. ആ വാഹനത്തിന്റെ ശബ്ദം ശരിക്കും മുഴക്കമുള്ള ശബ്ദമാണ്. രണ്ടുപേരും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു ലംബോർഗിനി അവിടെ നിൽക്കുന്നതാണ്. ചുവപ്പ് നിറത്തിലുള്ള ആ അടിപൊളി ലംബോർഗിനിയിൽ നിന്ന് പുറത്തേക്ക് ഒരു സുമുഖരായ ചെറുപ്പക്കാരൻ ഇറങ്ങി. 6 അടിയിലേറെ പൊക്കമുള്ള, കണ്ടാൽ ഒരു TV ഷോയിൽ നിന്ന് ഇറങ്ങി വരികയാണെന്ന് തോന്നുന്ന ശൈലിയിലുള്ള ഒരു സുമുഖൻ അയാൾ ചിരിച്ചുകൊണ്ട് എമിലി നേരെ വരികയാണ്. എമിലി, എന്താ ന്യൂസ് തലസ്ഥ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പറയാത്തത്? ഷോൺ, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. വളരെ വ്യക്തമായിട്ട് എമിലി പെട്ടെന്ന് മറുപടി പറയുകയാണ്. ആ മറുപടി ഷോണിനെ ഒന്ന് ചമ്മിപ്പിച്ചു എന്ന് തന്നെ പറയാം. ചമ്മിപ്പോയെങ്കിലും ഷോൺ എമിലിയോട് പറഞ്ഞു, എമിലി, ഇവിടെ മിഡിൽ സിറ്റിയിൽ ഏതോ ഒരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നോ, അവരുമായിട്ട് നല്ല അടുപ്പമാണെന്നൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ ഷോൺ പറഞ്ഞതും മാർക്ക് ഷോണിനോട് പറഞ്ഞു, അത് ഞാനാണ്. മാർക്ക് ഫെല്ലർ, അത് ഞാനാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഷോൺ തോംസൺ വല്ലാത്തൊരു അത്ഭുതത്തോടെ കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് നോക്കുകയാണ്. മാർക്കിന്റെ പൊക്കം 175 സെന്റിമീറ്ററാണ്, ഏതാണ്ട് എൻ്റെ പൊക്കം. പക്ഷെ ഷോൺ എന്നെക്കാൾ ഏകദേശം ഒരു 3/4 അടിയെങ്കിലും പൊക്ക കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകുന്ന സൗന്ദര്യമുള്ള ഷോൺ കൗതുകപൂർവ്വം മാർക്കിനെ ഒന്ന് വിലയിരുത്തുകയാണ്. മാർക്കിന്റെ തല മുതൽ കാൽപാദം വരെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. നീയാണല്ലേ ആ കഥാപാത്രം? ശരി, കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് ഷോൺ മാർക്കിന് നേരെ കൈ നീട്ടി. ഷേക്ക് ഹാൻഡിന് വേണ്ടി ഷോൺ കൈ നീട്ടിയതും മാർക്കും കൈ നീട്ടി. മാർക്കിന്റെ കയ്യിൽ പിടിച്ച ഷോൺ പതുക്കെ ആ കൈ ഒന്ന് പിടിച്ച് അമർത്തി. ശരിക്കും അപ്രതീക്ഷിതമായി ഷോൺ മാർക്കിന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു ഞെക്കിയതും മാർക്കിന്റെ കൈ ഒന്ന് ലൂസാക്കി ഷോണിന്റെ കയ്യിലേക്ക് ബലം കൊടുത്തു തുടങ്ങി. മാർക്ക് തിരിച്ച് ഷോണിന്റെ കയ്യിലേക്ക് ബലം കൊടുത്തു തുടങ്ങിയപ്പോൾ ഷോൺ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. അയാളുടെ കൈ വളരങ്ങ് വേദനിച്ചു തുടങ്ങി. മാർക്കിന്റെ
ഷോണിന്റെ കയ്യിലെ പിടുത്തം അങ്ങനെ ബലപ്പെട്ടു വരികയാണ്. ശരിക്കും ആ പിടുത്തം ഷോണിന്റെ കയ്യിലൂടെ ഒരു പെയിനായി ശരീരത്തിലേക്ക് കയറുകയാണ്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഒരു വിളർച്ച ഷോണിന്റെ മുഖത്ത് ദൃശ്യമായി. അത് കണ്ടതും മാർക്ക് ഷോണിനോട് ചോദിച്ചു, ഏയ് ഷോൺ, എന്തു പറ്റി? എന്തെങ്കിലും അസുഖമുണ്ടോ? മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും ഷോൺ മാർക്കിനോട് പറഞ്ഞു, ഏയ് എന്നെ കൈവിട്. ഓ അതാണോ? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് പെട്ടെന്ന് കൈവിട്ടു. പെട്ടെന്ന് മാർക്ക് കൈവിട്ടതും ഷോണ് അറിയാതെ ഒന്നും സ്റ്റെപ്പ് പുറകോട്ട് മാറിപ്പോവുകയാണ്. ശരിക്കും ഒരു വൻ പ്രഷർ അയാളുടെ പുറത്തുനിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ പുറകോട്ട് നീങ്ങിയ ഷോൺ കാല് തെറ്റി താഴെ മൂടിടിച്ചങ്ങ് വീണു. എമിലി ബ്ലാക്കിന്റെ മുന്നിൽ ഒരു സംഭവമാണ് താനെന്ന് കാണിക്കാനായി അവിടെ എത്തിയ ഷോൺ തോംസൺ എമിലിയുടെ മുന്നിൽ മൂടിടിച്ച് തറയിലേക്ക് വീണപ്പോൾ അയാൾ ശരിക്കും ഒന്ന് വിളറിയെന്ന് പറയാം. പക്ഷെ പെട്ടെന്ന് തന്നെ അയാൾ ചാടി എണീറ്റ് അയാൾ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്താ കാണിച്ചേ? അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ് ഷോൺ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളുടെ കാലം ഉറക്കുന്നില്ലല്ലോ. എമിലി ബ്ലാക്ക് അടുത്ത് നിൽക്കുന്നുണ്ട്. മാർക്കിനോട് തട്ടിക്കേറാൻ ഷോണിന് ഒരു വൈമുഖ്യമുണ്ട്. ഷോൺ മാർക്കിനോട് എന്തു പറയണമെന്നറിയാതെ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ മാർക്കിന്റെ പോക്കറ്റിൽ നിന്ന് അവൻ കൊണ്ടുവന്ന ആ ഉടൻ ബോക്സ് പുറത്തെടുത്തു. ആ ഉടൻ ബോക്സ് അവൻ എമിലിക്ക് കൊടുത്തു. എമിലി, ഞാൻ എമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സമ്മാനം ഇതിനകത്തുണ്ട്. അത് കണ്ടതും ഷോൺ ഒന്ന് ചിരിച്ചു. ഹേയ്, ഇതാണ് സമ്മാനം? ഇതേതോ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു ബോക്സ് അല്ലേ? ഷോണ് ആ സമ്മാനത്തെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഷോണിനോട് പറഞ്ഞു, ഏയ് അതല്ല, ഞാനത് ഡോളർ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡോളർ സ്റ്റോർ മിഡിൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണല്ലോ. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് താൻ ആ ബോക്സ് വാങ്ങിച്ചതെന്ന് മാർക്ക് പറഞ്ഞതും ഷോൺ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഓക്കെ സമ്മതിച്ചു. മാർക്ക് ഇതുപോലുള്ള ലോക്കൽ സാധനങ്ങളൊക്കെ കൊടുത്ത് എമിലിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ മാർക്കിനോട് ഷോൺ ചോദിച്ചതും എമിലി മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ബോക്സ് അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞു. അവൾ ആ ബോക്സ് തുറന്നു. അതിനകത്ത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ടാബ്ലറ്റാണ് ഉള്ളത്. ആ ടാബ്ലറ്റിലേക്ക് അവൾ കൗതുകപൂർവ്വം നോക്കുന്ന കണ്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാർ ചെയ്ത ടാബ്ലറ്റാണ്. മാർക്ക് പറയുന്ന കേൾക്കുകയും ആ ടാബ്ലറ്റ് കാണുകയും ചെയ്തപ്പോൾ ശരിക്കും ഒരു സന്തോഷം എമിലിയുടെ മുഖത്തുണ്ട്. അത് കണ്ടതും ഷോൺ എമിലിയോട് പറഞ്ഞു, എമിലി, അതൊന്നുമല്ല സമ്മാനം, ദാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്ന് ഒരു ഉടൻ ബോക്സ് പുറത്തേക്ക് എടുത്തു. ശരിക്കും ഒരു വലിപ്പമുള്ള ബോക്സ് തന്നെയാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബോക്സ് കയ്യിലെടുത്തിട്ട് അയാൾ എമിലിയോട് പറഞ്ഞു, എനിക്കറിയാം എമിലിക്ക് പ്രത്യേക തരത്തിലുള്ള ഹെർബ്സിനോട് താല്പര്യമുണ്ടെന്ന്. ഇത് ഒരു ജിൻസെങ്ങാണ്, 100 വർഷത്തിലേറെ പ്രായമുള്ള ജിൻസെങ്ങാണ്. ഷോൺ അങ്ങനെ 100 വർഷത്തിലേറെ പ്രായമുള്ള ഒരു ജിൻസെങ് ഒരു ബോക്സിൽ എമിലിക്ക് കൊടുത്തതും എമിലി ആ ബോക്സ് വാങ്ങിച്ച് അടുത്തുള്ള മേശപ്പുറത്തേക്ക് വെച്ചു. ആ ബോക്സിലേക്ക് അവൾ നോക്കിയത് പോലുമില്ല. അത് കണ്ടതും ഷോൺ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഞാൻ പറഞ്ഞില്ലേ അത് 100 years ഓൾഡ് ജിൻസെങ് ആണ്, അതൊന്നും നോക്കത്തണ്ടേ? ഓ, അതിൻ്റെ ആവശ്യമില്ല. 100 വർഷത്തിലേറെ പഴക്കമുള്ള ജിൻസെങ് ചെടികൾ ഇഷ്ടം പോലെ എമിലി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമിലിക്ക് അതിൽ വലിയ കൗതുകമൊന്നും തോന്നിയില്ല എന്നാണ് സത്യം. എമിലി അങ്ങനെ പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, അങ്ങനെയല്ല, അതൊന്ന് നോക്ക്, 100 വർഷം പഴക്കമുള്ള ജിൻസെങ് അല്ലേ, ഒന്ന് കാണാമല്ലോ. മാർക്ക് അങ്ങനെ സൂചിപ്പിച്ചതും എമിലി ആ ബോക്സ് തുറന്നു. ആ ബോക്സ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു വേരിരിപ്പുണ്ട്. ആ വേരിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മാർക്ക് ഷോണോട് ചോദിച്ചു, ഷോൺ, നിങ്ങളെന്താ എമിലിയെ പറ്റിക്കുകയാണോ? മാർക്ക്, നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഷോൺ, ഇത് റാഡിഷ് അല്ലേ? വെള്ള നിറത്തുള്ള റാഡിഷ് സാധാരണ അല്പം വലിപ്പമുള്ള വേരുകളാണ്. അതിന്റെ വലിപ്പം കുറഞ്ഞൊരു വേര് സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് ജിൻസിങ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഷോൺ ശ്രമിക്കുകയാണെന്നാണ് മാർക്ക് പറയുന്നത്. ഷോൺ, ഇത് ജിൻസിങ് അല്ല, ഇത് റാഡിഷാണ്. നിങ്ങൾ മനഃപൂർവ്വം എമിലിയെ പറ്റിക്കുന്നതാണോ അതോ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചതാണോ? മാർക്ക്, അനാവശ്യം പറയരുത്. താൻ കള്ളത്തനം കാണിച്ചുവെന്ന് മാർക്ക് ഷോണിനോട് പറഞ്ഞത് കേട്ടപ്പോൾ ഷോണിന് പെട്ടെന്ന് അങ്ങനെ പറയാനാണ് തോന്നിയത്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഇത് എന്ന് ഷോൺ പറഞ്ഞപ്പോൾ എമിലിയുടെ മുഖഭാവം ഷോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഷോൺ അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആ ജിൻസെങ് യഥാർത്ഥത്തിൽ റാഡിഷ് ആണെന്ന് എമിലിക്കും മനസ്സിലായെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. അത് കണ്ടതും ഷോൺ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, സോറി, ക്ഷമിക്കണം, എനിക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു, എന്നെ കടക്കാരൻ പറ്റിച്ചതായിരിക്കും. അങ്ങനെ ഷോൺ പറഞ്ഞതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അപ്പൊ പിന്നെ ഇതും കളയല്ലേ?
അതേ എമിലി, അതല്ലേ പറ്റൂ. മാർക്ക് അങ്ങനെ മറുപടി പറയുകയോട് ചെയ്തതും എമിലി അതെടുത്ത് അവിടെയുള്ള വേസ്റ്റൊക്കെ ഇടുന്ന ബോക്സിലേക്ക് വലിച്ചുകയറി. കൃത്യം ആ മുറിയുടെ മൂലയിലുള്ള ആ ബോക്സിനകത്തേക്ക് അതൊന്ന് വീഴുകയും ചെയ്തു. ഷോൺ കൊടുത്ത സമ്മാനം എമിലി ഇതാ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ആ ബോക്സിലേക്ക് ആ സാധനം ചെന്ന് വീഴുന്നത് ശ്രദ്ധിച്ചിട്ട് എമിലി ഷോണോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ തോംസൺ, നിങ്ങൾ ഈ ശൈലിയിൽ പെരുമാറാൻ പാടില്ല. ഒരു സമ്മാനത്തിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് ആ സമ്മാനം തരുന്ന ആളുടെ മനസ്സും സമ്മാനവും ചേർന്നിട്ടാണ്. വില ഒരു ഘടകമേ അല്ല. നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു തേർഡ് റേറ്റ് ആക്ടിവിറ്റി എൻ്റെ അടുത്ത് കാണിക്കില്ലായിരുന്നു. എമിലി ബ്ലാക്കിന് ഷോൺ തോംസൺ കാണിച്ച ആ ചതി മനസ്സിലായെന്ന് അവളുടെ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. ശരിക്കും ഷോൺ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ റാഡിഷ് വേരിനെ ജിൻസിംഗ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നത്. റാഡിഷും ജിൻസിങ്ങും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ഷോണിന് നന്നായിട്ട് അറിയാം. എമിലിക്ക് ഒരു കാരണവശാലും അത് മനസ്സിലാവില്ല എന്നാണ് അവൻ ധരിച്ചത്. പക്ഷെ അവൻ്റെ കഷ്ടകാലത്തിന് റാഡിഷും അതുപോലെ ജിൻസിങ്ങും കണ്ടാൽ തിരിച്ചറിയാവുന്ന മാർക്ക് സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ട് അവൻ്റെ പരിപാടി നടന്നില്ല എന്ന് മാത്രം. മാർക്കാണ് തൻ്റെ പദ്ധതി പൊളിച്ചതെന്നുള്ള കാര്യം ഷോണിന് അറിയാം. ഷോൺ ഒന്നുമിണ്ടാതെ മാർക്കിനെ നോക്കിയതും എമിലി മാർക്കിനോടും ഷോണിനോടും പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ സ്റ്റെപ്പ് കയറി രണ്ടാം നിലയിലേക്ക് പോയി. എമിലി ബ്ലാക്കിനൊപ്പം ഈ കാഴ്ചയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സെക്രട്ടറിയും കൂടെ മുകളിലേക്ക് കയറി. അവർ രണ്ടുപേരും മുകളിലെ ഒരു പ്രത്യേക മുറിയിലേക്കാണ് വന്നത്. ആ മുറിയിലെ സ്ക്രീൻ ഓണാക്കിയതും താഴെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവിടെ കാണാം. ആ സ്ക്രീനിൽ ശബ്ദവുമുണ്ട്. താഴത്തെ ആ സ്വീകരണ മുറിയിൽ സംസാരിക്കുന്നത് അതുപോലെ മുകളിൽ കേൾക്കാമെന്ന് അർത്ഥം. എമിലി ബ്ലാക്കും അവളുടെ സെക്രട്ടറിയും ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ഷോൺ മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്താ ഹീറോ ആവാനുള്ള ശ്രമമാണോ? ഷോൺ, എനിക്ക് ഹീറോ ആകേണ്ട ഒരു കാര്യവുമില്ല. എന്റെ ഫ്രണ്ടാണ് മിസ് എമിലി. മിസ് എമിലിയെ പറ്റിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഏയ് മാർക്ക്, നീ അധികം കളിക്കരുത്. നിനക്ക് ഞാൻ ആരെന്ന് അറിയത്തില്ല. മിസ്റ്റർ ഷോൺ, നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മിസ് എമിലി എൻ്റെ സുഹൃത്താണ്. മിസ് എമിലിയെ കാണാൻ വന്നപ്പോൾ ഒരു സമ്മാനവുമായി ഞാൻ വന്നു എന്നേ ഉള്ളൂ. നിങ്ങളെപ്പോലെ കബളിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ജെന്യൂൻ സമ്മാനമായിട്ട് വന്നു. നിങ്ങൾ എമിലിയെ കബളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു തട്ടിപ്പ് പരിപാടിയുമായി ഇവിടെ വന്നു. അത് കൈയോടെ പിടിക്കപ്പെട്ടു. അതിൽ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. ഇനിയെങ്കിലും മാന്യമായൊക്കെ ജീവിക്കാൻ പഠിക്കും. ഷോൺ തോംസന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഷോൺ ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. അവൻ 2 സ്റ്റെപ്പ് അടുത്തോട്ട് നടന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് എമിലിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി എന്തും ആകാമെന്ന് കരുതരുത്. എമിലി നാളെ അങ്ങ് പോകും. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കേ കാണും. നിന്നെ ഞാനേ ഉറുമ്പിനിങ്ങനെ ചവിട്ടി അരക്കില്ലേ, അതുപോലെ തറയിൽ ചവിട്ടി അരയ്ക്കും. നിനക്ക് ഞാൻ ആരെന്ന് അറിയാവോ? ഷോൺ ശരിക്കും ശബ്ദം താഴ്ത്തി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടാണ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മാർക്കൊന്ന് ചിരിച്ചു. മിസ്റ്റർ ഷോൺ, നിങ്ങളുടെ ഈ ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഈ പരിപാടിയിലൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവിടുന്ന് പുറത്തേക്ക് നടന്നു. ഈ കാഴ്ച അതുപോലെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എമിലി ബ്ലാക്കും അവരുടെ സെക്രട്ടറി എമിലിയോട് ചോദിച്ചു, മിസ് എമിലി, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. എനിക്കറിയാം മിസ് ബ്ലാക്ക് നിങ്ങൾ മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ മാർക്കും ഷോണും തമ്മിൽ ഒരു ഉടക്കുണ്ടായിരിക്കുകയല്ലേ? മനഃപൂർവ്വം ആ ഉടക്കുണ്ടാക്കാൻ നിങ്ങളൊരു ചാൻസ് ഉണ്ടാക്കിയതല്ലേ? അത് മാർക്കിന് ദോഷമാവില്ലേ? അത് കേട്ടതും എമിലി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം സെക്രട്ടറിയോട് പറഞ്ഞു, ഒരാൾ വിജയിക്കണമെങ്കിൽ അയാൾ റിയൽ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടായാലേ പറ്റൂ. ആ പ്രശ്നങ്ങളെ അയാൾ തരണം ചെയ്താൽ മാത്രമേ അയാൾ വളരത്തുള്ളൂ. ഇവിടെ ഷോൺ മാർക്കിന് വളരാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. മിസ് ബ്ലാക്ക്, നിങ്ങൾ പറയുന്നത് മാർക്ക് ഷോണിനെ മറികടക്കുമെന്നാണ്? ഹേയ്, ഞാൻ പറഞ്ഞില്ലേ, ഷോൺ മാർക്കിന്റെ യാത്രയിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇതുപോലുള്ള അനവധി ഷോണുകളുടെ പുറത്ത് ചവിട്ടി വേണം മാർക്ക് മുകളിലേക്ക് കയറാൻ. ശരിക്കും ഒരു പ്രവാചകൻ പ്രവചിക്കുന്ന പോലെയാണ് എമിലി ബ്ലാക്ക് ആ കാര്യം അവളുടെ സെക്രട്ടറിയോട് പറഞ്ഞത്. അന്ന് ഉച്ച കഴിഞ്ഞ് മാർക്കിന് ഒരു ഫോൺ വന്നു. ഫോൺ വിളിക്കുന്നത് എമിലി തന്നെയാണ്. എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മിസ് എമിലി, എന്താ പറഞ്ഞു വരുന്നത്? മാർക്ക്, ഷോൺ ഒരു പാർട്ടി ഇന്ന് വൈകിട്ട് ആ റിവർ സൈഡ് റെസ്റ്റോറൻറ്റിൽ വെച്ച് നടത്തുകയാണ്. ആ പാർട്ടിയിലേക്ക് എനിക്ക് ക്ഷണമുണ്ട്. പക്ഷെ ഞാൻ പോകുന്നില്ല. എനിക്ക് പകരം എന്നെ റെപ്രസെന്റ് ചെയ്ത് മാർക്ക് അവിടെ ചെല്ലണം. മിസ് എമിലി, എമിലിക്ക് പകരം ഞാൻ ചെന്നാൽ മാർക്ക്,
നാളെ ന്യൂ സെലസ്റ്റിലേക്ക് എത്തേണ്ട ആളല്ലേ. അവിടേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അതിലൊരു കടമ്പ ഈ ഷോണാണ്. അതുകൊണ്ട് മാർക്ക് ആ പാർട്ടിയിൽ പങ്കെടുക്കുക. എമിലി അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്ക് സമ്മതിച്ചു. അന്ന് വൈകുന്നേരം മാർക്ക് ഒരു ടാക്സിയിലാണ് ആ റിവർ സൈഡ് റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചത്. റിവർ സൈഡ് റെസ്റ്റോറൻറ്റിന് സമീപത്ത് ടാക്സിയിൽ നിന്ന് ഇറങ്ങിയ മാർക്ക് ചുറ്റും ഒന്ന് നോക്കി. ശരിക്കും നല്ല ശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം മാർക്കിന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അനുഭവപ്പെടുകയാണ്. അവൻ താമസിക്കുന്ന ആ ഡ്രാഗൺ പാരഡൈസിലെ വില്ലയിൽ സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. ടൗണിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പുഴയുടെ തീരത്ത് അതിശക്തമായ സ്പിരിച്വൽ എനർജി സാന്നിധ്യമാണ് ഉള്ളത്. മാർക്ക് ടാക്സി വിട്ടതിന് ശേഷം ആ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ കണ്ണ് ആദ്യം പതിഞ്ഞത് അവിടെയുള്ള പാർക്കിംഗ് സ്പേസിലാണ്. ശരിക്കും അടിപൊളി വാഹനങ്ങളുടെ ഒരു നിര തന്നെ അവിടെ കിടപ്പുണ്ട്. ഷോൺ തോംസൺ കമ്പനിയുടെ നട്ടലായ വ്യക്തിയാണ്. മിഡിൽ സിറ്റി ഉൾപ്പെടെയുള്ള അനവധി നഗരങ്ങളിൽ ചേർന്ന ഒരു വലിയ പ്രോവിൻസാണ് ചിൽഷെയർ പ്രോവിൻസ്. ആ ചിൽഷെയർ സ്റ്റേറ്റിന്റെ തലസ്ഥാനമാണ് ചിൽടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ കുടുംബമാണ് തോംസൺ കുടുംബം. ആ തോംസൺ കുടുംബത്തിലെ ഷോൺ തോംസൺ ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ ഒരു പാർട്ടി നടത്തുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനവധി ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും. ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും. മാർക്ക് ഫെല്ലർ ആ പാർട്ടി നടക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കടക്കുന്നത് അല്പം മാറി നിൽക്കുകയായിരുന്ന ഷോൺ കണ്ടു. ഷോണിനൊപ്പം വെള്ള തലമുടിയുള്ള ഒരു ചെറുപ്പക്കാരനുമുണ്ട്. ആ ചെറുപ്പക്കാരനോടായി ഷോൺ പറഞ്ഞു, ദോ ആ വരുന്നതാണ് മാർക്ക്. അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും അവൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. ഇവനെ ഇന്ന് നമുക്കൊന്ന് ശരിയാക്കണം. ഷോൺ തോംസന്റെ ബോഡി ഗാർഡായ ആ വെളുത്ത തലമുടിക്കാരൻ വളരെ കൗതുകപൂർവ്വം ആ റെസ്റ്റോറൻറ്റിന്റെ അകത്തേക്ക് കടന്ന് മാർക്ക് ഫെല്ലറെ നോക്കി. മാർക്കിന് ഷോണിനെയും അതുപോലെ ആ വെളുത്ത തലമുടിക്കാരനെയും കാണാൻ പറ്റത്തില്ല. അതുപോലെ ഒത്തിരി അകലമുണ്ട്. മാർക്ക് അകത്തേക്ക് കടന്നപ്പോൾ ശരിക്കും ശാന്തത മാർക്കിന് ഫീൽ ചെയ്യാണ്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെങ്കിലും അവന് ആ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു. മാർക്ക് ആ റെസ്റ്റോറൻറ്റിലെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് സാവധാനം നടന്നു. അവിടെ അനവധി ടേബിളുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ ഒരു ടേബിളിൻ്റെ അടുത്ത് മാർക്ക് വന്നിരുന്നു. ആ ടേബിളിൻ്റെ അടുത്തിരുന്ന മാർക്കിനെ ദൂരെ നിന്ന് ഷോണും അതുപോലെ ആ വെളുത്ത തലമുടിക്കാരനും നിരീക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് റെസ്റ്റോറൻറ്റിലെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് സൺ യാനിമയും അവളുടെ ഭർത്താവ് കഴ്സൺ റോജേഴ്സും ആ റെസ്റ്റോറൻറ്റിലേക്ക് കടക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിലേക്ക് അവർ കടന്നതും അവരെ ഷോൺ തോംസൺ കണ്ടു. ഷോൺ അവരെ അയാളുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഷോണിന്റെ അടുത്തേക്ക് യാനിമയും അതുപോലെ കഴ്സനും എത്തുമ്പോൾ ഷോൺ അവരോട് ആ റെസ്റ്റോറൻറ്റിലെ ആ ഒഴിഞ്ഞ മൂലക്കിരിക്കുന്ന മാർക്കിനെ ചൂണ്ടിക്കാണിച്ചു. യാനിമയും കഴ്സനെയും അല്പം മാറ്റി നിർത്തിയിട്ട് ഷോൺ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സംഭാഷണം കേട്ടുകൊണ്ട് ആ വെളുത്ത തലമുടിക്കാരൻ അടുത്ത് നിന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് അനവധി ആളുകൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കോക്ടെയിൽ പാർട്ടിയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ ഇഷ്ടമുള്ള മദ്യം കയ്യിലെടുക്കുന്നു, കുടിക്കുന്നു, അങ്ങനെ പതുക്കെ നടക്കുകയാണ്. ശരിക്കും ആ പുഴയുടെ തീരത്ത് ഓപ്പൺ എയറിലും അല്ലാതെ റെസ്റ്റോറൻറ്റിന് അകത്തുമായി ഒരുപാട് ടേബിളുകളുണ്ട്. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയും സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ബിസിനസ് എൻഗേജ്മെന്റ് പാർട്ടിയാണ് നടക്കുന്നതെന്ന് പറയാം. ഈ സമയത്താണ് മാർക്കിന്റെ അടുത്ത് ഒരാൾ എത്തിയത്. കണ്ണടച്ചിരിക്കുന്ന മാർക്കിന്റെ അടുത്തെത്തിയ അയാൾ മാർക്കിനൊന്ന് വിളിച്ചു, മിസ്റ്റർ മാർക്ക്. ശബ്ദം കേട്ട് മാർക്ക് കണ്ണു തുറക്കുമ്പോൾ മാർക്ക് കാണുന്നത് ഫെലിക്സ് ലോപ്പസിനെയാണ്. മിഡിൽ സിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് കുടുംബം എന്ന് പറയുന്നത് ലോപ്പസ് കുടുംബമാണ്. ഫെലിക്സ് ലോപ്പസിനെ മാർക്കിന് പരിചയമൊന്നുമില്ല. പക്ഷേ എമിലി ബ്ലാക്ക് മാർക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഫംഗ്ഷൻ നടന്ന സമയത്ത് അന്ന് ഫെലിക്സ് അവിടെ ഉണ്ടായിരുന്നു. ഫെലിക്സിനെ മാർക്ക് അങ്ങനെ കണ്ടിട്ടുമുണ്ടോ. അതുകൊണ്ട് തന്നെ ഫെലിക്സിനെ കണ്ടപ്പോൾ മാർക്കൊന്ന് പുഞ്ചിരിച്ചു. മാർക്കിനോടായി ഫെലിക്സ് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. പിന്നെന്താ, ഇരിക്കും. അങ്ങനെ പറഞ്ഞതും ഫെലിക്സ് മാർക്കിന് അടുത്തിരുന്നു. മാർക്കിന്റെ അടുത്ത് ഒരു കസേരയിൽ ഇരുന്ന ഫെലിക്സ് ശബ്ദം താഴ്ത്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ഫെലിക്സ്, പറഞ്ഞോളൂ. മാർക്ക്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഞാനെന്തിനാ പോകുന്നത്? മാർക്ക്, ഞാൻ ചില കാര്യങ്ങൾ കേട്ടായിരുന്നു. നിങ്ങളെ അപകടപ്പെടുത്താൻ ഒരു ചർച്ച നടക്കുന്നത് ഞാൻ കേട്ടു. മിസ്റ്റർ ഷോൺ നിങ്ങൾക്കെതിരായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഫെലിക്സ് അത് പറഞ്ഞതും മാർക്ക് ഫെലിക്സിനോട് ചോദിച്ചു, മിസ്റ്റർ ഫെലിക്സ് ലോപ്പസ്, നിങ്ങൾ എന്തിനാ ഷോണിനെതിരെ എന്നോട് സംസാരിക്കുന്നത്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ ഫെലിക്സ് മാർക്കിനോട് പറഞ്ഞു, ലോപ്പസ് കുടുംബത്തിലെ പല ആക്ടിവിറ്റീസും ഈ മിഡിൽ സിറ്റിയിൽ നടക്കുന്നത്
മാർക്കിന് അറിയാമായിരിക്കും. ഞങ്ങളുടെ ബിസിനസ് ഒന്ന് വളർത്താൻ വേണ്ടി ചിൽ ടൗണിൽ ചില ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും ചിൽ ടൗണിലേക്ക് പോയിരുന്നു. ഈ തോംസൺ കുടുംബത്തെ കണ്ട് സംസാരിക്കാനാണ് ഞങ്ങൾ ചെന്നത്. പക്ഷെ അന്ന് ഈ ഷോൺ ഞങ്ങൾ ശരിക്കും അപമാനിക്കുകയായിരുന്നു. മിഡിൽ സിറ്റിയിലെ ആളുകൾ അവരുമായി ബിസിനസ് ചെയ്യാൻ യോഗ്യതയുള്ള ആളുകളല്ലാന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കിയ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. അതുകൊണ്ട് തന്നെ ഈ തോംസൺ കുടുംബവും ഷോണും ഒക്കെ എനിക്കത്ര ഇഷ്ടമുള്ള കക്ഷികളല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. തോംസൺ കുടുംബത്തിനെതിരെ ആര് നിൽക്കുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം ഇവിടെ ഈ ലോപ്പസ് കുടുംബത്തിലെ ഫെലിക്സിനുണ്ടെന്നാണ് ഫെലിക്സ് സൂചിപ്പിക്കുന്നത്. ഫെലിക്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മാർക്ക് ഫെലിക്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഫെലിക്സ്, ഞാൻ ഈ ഷോണിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ഒരാൾ കൂടി അങ്ങോട്ട് വന്നു. അവിടേക്ക് വന്നത് സാക്ഷാൽ സാം ഫ്രാങ്ക് ആണ്. സാം ഫ്രാങ്ക് ആ ഹാളിലേക്ക് കയറി ചുറ്റൊന്ന് പരതിയപ്പോഴാണ് മാറിയിരിക്കുന്ന മാർക്കിനെ കാണുന്നത്. മാർക്കിന്റെ അടുത്തേക്ക് അയാൾ ഓടി വരികയായിരുന്നു. ഹേയ് മാർക്ക്, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് സാം മാർക്കിനടുത്തിരുന്നു. ബ്രദർ സാം എന്ന് വിളിക്കപ്പെടുന്ന സാം ഫ്രാങ്ക് സ്ഥലത്തെത്തിയോടുകൂടി അവർ 3 പേരും കൂടി പല കാര്യങ്ങളും ചർച്ച ചെയ്തു തുടങ്ങി. അവർ 3 കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ദൂരെ നിന്ന് അവർ വീക്ഷിക്കുകയായിരുന്ന ഷോണും ആ വെള്ള തലമുടിക്കാരനും അതുപോലെ കഴ്സനും യാനിമയും അങ്ങോട്ടേക്ക് നീങ്ങി. മാർക്കിനടുത്ത് ആദ്യം എത്തിയത് സാക്ഷാൽ യാനിമയാണ്. യാനിമ മാർക്കിനടുത്തെത്തിയതും മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, നീ ഇവിടെ ഇരിക്കുകയായിരുന്നു. യാനിമയുടെ ശബ്ദം കേട്ട് യാനിമയെ നോക്കിയ മാർക്ക് യാനിമയോട് പറഞ്ഞു, എന്താ എനിക്കിവിടെ വന്നൂടെ? മാർക്ക് അങ്ങനെ ചോദിച്ചതും അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ഷോൺ തോംസണാണ്. ഏയ് മാർക്ക്, നിന്നെ ഞാൻ ക്ഷണിച്ചില്ലായിരുന്നല്ലോ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? നീ എന്താ ക്ഷണിക്കാത്ത സ്ഥലത്തൊക്കെ ഇടിച്ചു കയറുന്ന ആളാണോ? ഷോൺ അങ്ങനെ ചോദിച്ചതും മാർക്ക് ഷോണിനോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ, നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ല. പക്ഷേ ഞാൻ വന്നത് മിസ് ബ്ലാക്കിന്റെ റെപ്രസെന്റേഷനുമായിട്ടാണ്. മിസ് ബ്ലാക്ക് ആണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ബ്ലാക്ക് കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. അത് കേട്ടതും ഷോൺ പറഞ്ഞു, ഏ മാർക്ക്, നിനക്ക് നാണമില്ലേടാ പെണ്ണുങ്ങളുടെ സപ്പോർട്ടിൽ ജീവിക്കാൻ? അങ്ങനെ ഷോൺ ചോദിച്ചതും യാനിമ ഷോണിനോടായി പറഞ്ഞു, മിസ്റ്റർ ഷോൺ, ഇവൻ അങ്ങനെ തന്നെ, ഇവന് നട്ടലെന്നുള്ള സംഭവമില്ല. ഇവൻ എന്നെ കല്യാണം കഴിച്ച അന്ന് രാത്രി ഞാൻ കഴിഞ്ഞത് മിസ്റ്റർ ഫെലിക്സിനൊപ്പമാണ്. ശരിക്കും ആ സ്ത്രീ ഉറക്കെ അങ്ങനെ പറഞ്ഞതും ചുറ്റുമുള്ള ആളുകളൊക്കെ ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആരൊക്കെയോ മൊബൈൽ ഓണാക്കുകയും ചെയ്തു. അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. യാനിമയുടെ പറച്ചിൽ കേട്ടതും മാർക്ക് യാനിമയോട് ചോദിച്ചു, ഹേയ് യാനിമ, നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? മാർക്ക്, ഞാൻ എന്തിനാ നാണിക്കണം? എന്റെ ഭർത്താവ് തന്നെ വേറൊരു പുരുഷന്റെ കിടക്കറയിലേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ എന്തിനു നാണിക്കണം? നട്ടലില്ലാത്തവനായതുകൊണ്ടല്ലേ നീ എന്നെ മിസ്റ്റർ ഫെലിക്സിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ശരിക്കും നട്ടാൽ കുരുക്കുന്ന നുണയാണെങ്കിലും യാനിമ പരസ്യമായിട്ടൊക്കെ പറയുകയാണ്. യാനിമ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ യാനിമ പറയുന്നതൊക്കെ കേട്ട് കഴ്സൺ റോജേഴ്സ് അവിടെ പുറകിൽ തന്നെയുണ്ട്. ശരിക്കും അവന് ചിരി വരുന്നുണ്ട്. അവന്റെ ചിരി വളരെ വിദഗ്ധമായി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഷോണിന്റെ മുഖത്ത് വല്ലാത്ത ചിരിയുണ്ട്. അതേ ചിരി അവിടെ അവനെ സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവരുടെ മുഖത്തുണ്ട്. പെട്ടെന്ന് മാർക്ക് കണ്ണടച്ച മാർക്ക് ശരിക്കും ആ സ്ഥലത്തുള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുന്ന ബ്രീത്തിങ് എക്സസൈസിലേക്ക് അടക്കുകയാണ്. ആ ഭാഗത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് അവിടേക്ക് കയറിയ നിമിഷത്തിലെ മാർക്കിന് ബോധ്യമായതാണ്. യാനിമ അവളുടെ വായി തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രീത്തിങ് എക്സസൈസിൽ കേന്ദ്രീകരിച്ച മാർക്ക് ചുറ്റുമുള്ള വായുവിൽ നിന്ന് സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുകയാണ്. കണ്ണടച്ചിരിക്കുന്ന മാർക്കിനെ ആളുകൾ പല ശൈലിയിലാണ് വിലയിരുത്തുന്നത്. ഷോൺ മാർക്കിനോട് പറഞ്ഞു, എടാ നീ ഒരു വിഡ്ഢി തന്നെ, കണ്ണടച്ചിരുന്നാൽ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയില്ല എന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ ഷോൺ പറഞ്ഞപ്പോൾ അത് കേട്ട് ആളുകൾക്ക് പൊട്ടിച്ചിരിച്ചു. ശരിക്കും ആളുകൾ ഷോൺ പറയുന്നതനുസരിച്ചും യാനും പറയുന്നതനുസരിച്ചും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളും പല കമന്റുകളും പറയുകയാണ്, ഇതുപോലൊരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ ഭാര്യയെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും തൊലി ഉരുകയാണ്. ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഫെലിക്സ് പെട്ടെന്ന് എണീറ്റു. ഫെലിക്സ് ഷോണിനോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ, പ്ലീസ് ഇതൊന്ന് നിർത്തിക്കൂടെ? ഫെലിക്സിന്റെ ആ ചോദ്യം കേട്ടതും ഷോൺ ഫെലിക്സിനൊന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ് ആരാ നീ? ഷോണിന് നല്ല പരിചയമുള്ള വ്യക്തിയാണ് ലോപ്പസ് കുടുംബത്തിലെ ഫെലിക്സ്. പക്ഷേ ആ പരിചയമൊന്നും കാണിക്കാതെ ഷോൺ അങ്ങനെ ചോദിച്ചതും
ഫെലിക്സ് ഷോണിനോട് പറഞ്ഞു, ഷോൺ, എന്നെ അറിയില്ല എന്നുള്ള ആ നടനമുണ്ടല്ലോ, അത് വേണ്ട. ഞാൻ ഫെലിക്സ്, എന്നെ നിനക്ക് അറിയാം. ഓ, എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. നീ മറ്റേ ലോപ്പസ് കുടുംബത്തിലെ ഫെലിക്സ് അല്ലേ? ഏതോ ബിസിനസ് ഒക്കെ ചിൽ ടൗണിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വന്നതല്ലേ? ഓ, ഞാൻ ഓർക്കുന്നുണ്ട്. ആ, നിന്റെ ആ ആവശ്യം ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഒരു കാര്യം ചെയ്, നീ എണീറ്റ് ആ മാർക്കിന് ഒരു അടി കൊടുക്ക്. അങ്ങനെ ചെയ്താൽ നിന്നെ ബിസിനസ് പാർട്ട്ണർ ആക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കും. കണ്ണടച്ചിരിക്കുന്ന മാർക്കിനെ തല്ലാനാണ് ഫെലിക്സിനോട് ഷോൺ ആവശ്യപ്പെട്ടത്. ഷോണിന്റെ ആവശ്യം കേട്ടതും ഫെലിക്സ് ഷോണിനോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ, എനിക്ക് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാകാൻ ഒരു താല്പര്യവുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മാർക്കിനെ തല്ലുന്നുമില്ല. മാർക്കിനെ തല്ലിയിട്ട് ഷോണിന്റെ ബിസിനസ് പാർട്ട്ണർ ആകാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഫെലിക്സ് അങ്ങ് തീർത്തു പറയുകയാണ്. ഫെലിക്സിന്റെ മറുപടി ശരിക്കും ധിക്കാരമായിട്ടാണ് ഷോണിന് തോന്നിയത്. ഷോൺ ഫെലിക്സിനോട് പറഞ്ഞു, ഏയ് ഫെലിക്സ്, നിനക്ക് ഞങ്ങളെ തോംസൺ കുടുംബത്തിന്റെ പവറിനെ കുറിച്ച് അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നിന്റെ കുടുംബത്തിന്റെ ബിസിനസ്സിനെ ഞാനങ്ങ് അവസാനിപ്പിക്കാം. നിന്നെ ബാങ്ക്രപ്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലോപ്പസ് കുടുംബം മിഡിൽ സിറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് കുടുംബമാണ്. ആ കുടുംബത്തിനെ കുത്തുവാള എടുപ്പിക്കാൻ പ്രോവിൻസിന്റെ തലസ്ഥാനമായ ചിൽടൗണിൽ നിന്ന് വരുന്ന തോംസൺ കുടുംബത്തിന് പറ്റുമെന്നാണ് ഷോൺ പറയുന്നത്. ഷോൺ അങ്ങനെ പറഞ്ഞപ്പോ ഫെലിക്സ് ഷോണോട് പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഫെലിക്സ് പറഞ്ഞതും അത്രയും നേരം നിശബ്ദനായിരുന്ന സാം ഫ്രാങ്ക് ഷോണോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ, പ്ലീസ് തൽക്കാലം മിസ്റ്റർ മാർക്കിനെ വിടണം. ബ്രദർ സാം എന്ന് വിളിക്കപ്പെടുന്ന സാം ഫ്രാങ്ക് അങ്ങനെ പറഞ്ഞപ്പോ ഷോൺ സാമിനെ നോക്കി. ആരാ നീ? ഞാൻ ഹെറിറ്റേജ് ഗ്രൂപ്പിന്റെ MD ആണ്. ഹെറിറ്റേജ് ഗ്രൂപ്പ് എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് ആക്ടിവിറ്റീസ് മിഡിൽ സിറ്റിയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ MD തന്നെയാണ് സക്ഷൽ സാം ഫ്രാങ്ക്. അയാൾ ആ സ്ഥാപനത്തിന് MDയുമാണ്, അതേ സമയത്ത് ഒരു ഗുണ്ടാ തലവനുമാണ്. സാം ഫ്രാങ്ക് ഹെറിറ്റേജിന്റെ MD ആണെന്ന് പറഞ്ഞതും ഷോൺ സാം ഫ്രാങ്കിനോട് പറഞ്ഞു, ഹെറിറ്റേജോ? ഞാൻ ആ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. അതെന്തോ ആവട്ടെ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നീ തല തറയിൽ തൊട്ട് എന്നോട് മാപ്പ് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരനെ ഞാൻ വെറുതെ വിടാം. മാർക്കിനെ ഉപദ്രവിക്കാതെ വെറുതെ വിടാനായി ഷോൺ മുന്നോട്ട് വെച്ച ആ ഉപാധി കേട്ടപ്പോ ബ്രദർ സാം ശരിക്കും വല്ലാണ്ടായിരിക്കുകയാണ്. അയാളെ മിഡിൽ സിറ്റിയിൽ ഒരുപാട് ആളുകൾ അറിയും. ഒരു ഗുണ്ടാ തലവൻ കൂടിയായ അയാളെ ഇതാ പരസ്യമായി അവിടെ മുട്ടുകുത്തിക്കാൻ പോവുകയാണ്. ഷോൺ തോംസൺ എന്ന ആ തോംസൺ ഗ്രൂപ്പിന്റെ നട്ടലിനോട് ഉടക്കിയാൽ അവൻ ചിലപ്പോ സാമിനെയും കൂട്ടരെയും ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. സാം ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടതും ഷോൺ സാമിനോട് പറഞ്ഞു, ഏയ്, ഞാൻ 5 വരെ എണ്ണം, അതിനിടയിൽ നീ മുട്ടുകുത്തിയില്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ആളുകൾ തീരുമാനിക്കും. അങ്ങനെ ബ്രദർ സാമിനോട് ഷോൺ പറയുമ്പോൾ ഷോണിന്റെ പുറകിൽ അയാളുടെ ആ ബോഡി ഗാർഡുകൾ അണിനിരന്ന് കഴിഞ്ഞു. ആ ബോഡി ഗാർഡുകൾക്ക് പുറമെയാണ് ആ വെള്ളത്തലമുടിക്കാരനും ഉള്ളത്. വെള്ളത്തലമുടിക്കാരൻ ശരിക്കും ശക്തനാണ്. അയാളെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടു നിൽക്കുകയാണ്. ഷോണ് എണ്ണി തുടങ്ങി. 1, 2, 3. ശരിക്കും അയാൾ ആ എണ്ണുമ്പോൾ ഈ രംഗങ്ങൾ മൊബൈൽ പിടിക്കുന്ന ആളുകൾ ഷോണിനെയും അതുപോലെ സാമിനെയും ചേർത്ത് പിടിക്കുകയാണ്. 4 എന്ന് ഷോൺ എണ്ണിയതും ബ്രദർ സാം പെട്ടെന്ന് കുനിഞ്ഞു. ശരിക്കും അയാൾക്ക് ആ ചെയ്യുന്നത് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ആ സമയത്ത് മാർക്കിനെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല എന്ന് തോന്നിയതുകൊണ്ട് അയാൾ കുനിയുന്നതാണ്. അയാൾ ഒന്ന് കുനിഞ്ഞതും പെട്ടെന്ന് ആരോ അയാളുടെ ഷോൾഡർ പിടിച്ചെങ്കിലും പൊക്കി. അയാളുടെ ഷോൾഡർ പിടിച്ച് പൊക്കിയത് സാക്ഷാൽ മാർക്ക് തന്നെയാണ്. മാർക്ക് ഇടത് കൈയുടെ അയാൾ വലിച്ചു പൊക്കിയിട്ട് വലത് കൈ ഒന്ന് വീശി. ശരിക്കും മാർക്കിന്റെ വലത് കൈയുടെ പുറകുവശം സാമിന്റെ തൊട്ടു മുന്നിൽ സാമിനെ മുട്ടുകുതിച്ചുകൊണ്ട് നിന്ന ഷോണിന്റെ പുറത്താണ് ഇടിച്ചത്. അതിശക്തമായി മാർക്കിന്റെ വലത് കൈ ഷോണിന്റെ പുറത്തിടിച്ചതും ഷോൺ പുറകോട്ട് തെറിച്ചു. ശരിക്കും ഷോണിനെ മാർക്ക് എടുത്ത് എറിയുകയായിരുന്നു എന്ന് പറയാം. തൊട്ട് പുറകിലുള്ള ടേബിളിന് മുകളിലൂടെ ഷോൺ തോംസൺ തറയിൽ ഒരു ശബ്ദത്തോടെ വന്ന് വീണു. ഷോണിനെ നോക്കുപോലും ചെയ്യാതെ മാർക്ക് ബ്രദർ സാമിനെ പിടിച്ചിടിപ്പിച്ചിട്ട് സാമിനോട് പറഞ്ഞു, ഏയ് സാം, എന്തിനാ ഇവന്റെ മുന്നിലേക്ക് മുട്ടുകുത്തുന്നേ? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് സാമിന്റെ പുറത്ത് പൊടി തട്ടി കളയുകയാണ്. ഈ സമയത്ത് തറയിലേക്ക് വീണ ഷോൺ എണീറ്റു. ഷോൺ തന്റെ മുന്നിലുള്ള മേശ വലിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് ഓടി വരികയാണ്. ഏയ് മാർക്ക്, നീ എന്നെ തൊട്ടു അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഷോൺ ഓടി മാർക്കിനടുത്തേക്ക് വന്നത്.
അയാൾ നടത്തുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഒരാൾ അയാളെ ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ചിരിക്കുകയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഷോൺ എന്തായാലും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ദേഷ്യത്തോടെ ഷോൺ അങ്ങോട്ട് ഓടി വന്നത്. 6 അടിയിലേറെ പൊക്കമുള്ള ഷോൺ തറ ചവിട്ടി കുലുക്കിക്കൊണ്ട് മാർക്കിനടുത്തേക്ക് ഓടി വന്നതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. ഷോണിന്റെ വയറ്റിൽ തന്നെ ആ ഇടിയേറ്റു. ഷോണിന്റെ വയറ്റിലേക്ക് മാർക്ക് ആഞ്ഞടിച്ചതും ഷോൺ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുകളിലൂടെ പറന്ന് ഏതാനും ടേബിളുകൾക്ക് അപ്പുറത്തായി ഒരു ശബ്ദത്തോടെ വന്ന് വീണു. ശരിക്കും അതൊരു കാഴ്ച തന്നെയാണ്. 6 അടിയിലേറെ പൊക്കമുള്ള ഷോൺ ആകാശത്തുള്ള പറന്നുപോയി താഴേക്ക് വീണപ്പോൾ ശരിക്കും ആ ആൾക്കൂട്ടം ഏതാണ്ട് സ്തംഭിച്ചതുപോലെയായി. അവരാരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു രംഗമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട ആ വെള്ള തലമുടിക്കാരൻ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. ഏയ് എന്നാ അലറി വിളിച്ചുകൊണ്ട് ആ വെള്ള തലമുടിക്കാരൻ ഒരൊറ്റ ഇടി. ശരിക്കും അതിശക്തനായ ആ വെള്ള തലമുടിക്കാരന്റെ വലത് കൈ മാർക്കിന് നേരെ പാഞ്ഞു വന്നതും മാർക്ക് ആ കൈയിലേക്ക് തന്നെ തന്റെ കൈ കൊണ്ട് ആഞ്ഞിടിക്കുകയായിരുന്നു. ആ വെള്ള തലമുടിക്കാരന്റെ വലത് കൈയിലേക്ക് മാർക്കിന്റെ കൈ ഇടിച്ചു കയറിയതും അടുത്ത നിമിഷത്തിൽ ആളുകൾ കാണുന്നത് ആ വെള്ള തലമുടിക്കാരൻ അയാളുടെ കൈ ഒന്ന് കുടയുന്നതാണ്. അയാളുടെ വലത് കൈ ആ ഇടിയിൽ ഒടിഞ്ഞു. അമ്പരപ്പോടെ വലത് കൈയിലേക്ക് നോക്കിയ ആ വെള്ള തലമുടിക്കാരൻ പെട്ടെന്ന് ഇടത് കൈ കൊണ്ട് മാർക്കിനെ ആഞ്ഞിടിച്ചു. ആ നിമിഷം തന്നെ മാർക്ക് ആ കൈയിലേക്ക് ഒരൊറ്റ ഇടി. അടുത്ത നിമിഷം ആ വെള്ള തലമുടിക്കാരന്റെ ഇടത് കൈയും ഒടിഞ്ഞു. ഈ സമയത്ത് ഷോണിന്റെ 2 ബോഡി ഗാർഡുകൾ മാർക്കിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവർ ഓടി വന്നു എന്ന് പറയുന്നതാണ് ശരി. അടുത്ത നിമിഷത്തിൽ ആ 2 ബോഡി ഗാർഡുകളും 2 ഭാഗത്തേക്ക് അങ്ങ് തെറിച്ചു. മാർക്ക് മുന്നോട്ട് നടക്കുകയാണ്. മാർക്ക് മുന്നോട്ട് നടന്നു വരുന്നത് തറയിൽ എണീക്കാൻ ശ്രമിക്കുന്ന ഷോൺ കാണുന്നുണ്ട്. ഷോൺ തറയിൽ കിടന്നുകൊണ്ട് അലറുകയാണ്. ഇടാ നീ ആരെ തൊട്ടേന്നറിയാവോ? അങ്ങനെ തറയിൽ കിടന്ന് ചോദിക്കുന്ന ഷോണിനടുത്തേക്ക് നടന്നെത്തിയ മാർക്ക് കാലുയർത്തി അവന്റെ വലത് കൈയിൽ ഒരു അറ്റ ചവിട്ട്. കിടിങ്ങുന്ന ശബ്ദം പെട്ടെന്ന് എല്ലാവരും കേട്ടു. അവന്റെ വലത് കൈ തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് ആളുകൾ കേൾക്കുന്നത്. ഷോൺ തോംസൺ കുടുംബത്തിന്റെ കിരീട അവകാശിയാണെന്ന് പറയാവുന്ന ആളാണ്. ആ ഷോൺ തോംസനെയാണ് ജനമായ ജനം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കി മാർക്ക് തറയിലിട്ട് ചവിട്ടി കൂട്ടുന്നത്. ശരിക്കും ഒറ്റ ചവിട്ടിൽ അവന്റെ വലത് കൈ ഒടിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഷോൺ അവിടെ കിടന്നുകൊണ്ട് അലറുകയാണ്. നിന്നെ ഞാൻ എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷോൺ മാർക്കിനെ ചീത്ത വിളിക്കാനായി വാ തുറന്നതും ഒന്ന് കുനിഞ്ഞ മാർക്ക് ഒരൊറ്റയാടി. ശരിക്കും ആ അടി ഒരു വല്ലാത്ത ശബ്ദം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. മാർക്കിന്റെ ആ കൈ ഷോണിന്റെ തുറന്ന വായിൽ പതിച്ചതും ആ വായ്ക്കകത്തുണ്ടായിരുന്ന പല്ലുകൾ ഉൾപ്പെടെ ഒന്ന് ഇളകി. ഒരു കൂടം ചോര ഷോണിന്റെ വായിന്ന് പല്ലപ്പം പുറത്തേക്ക് തെറിക്കുന്ന എല്ലാവർക്കും കാണാം. ഈ സമയത്ത് 2 കൈയും ഒടിഞ്ഞ ആ വെളുത്ത തലമുടിക്കാരൻ ശരിക്കും ഒന്ന് ചെയ്യാനാവാതെ അങ്ങനെ നിൽക്കുകയാണ്. ഷോണിനൊപ്പം ഇനിയും 4 ബോഡി ഗാർഡുകളുണ്ട്. പക്ഷെ ആ 4 ബോഡി ഗാർഡുകളുടെയും കാല് കിടുകിട വിറയ്ക്കുകയാണ്. അവർക്ക് മാർക്കിനെ സമീപിക്കാൻ വല്ലാത്ത ഭയം. സകല ആളുകൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ശരിക്കും യാനിമയും അവളുടെ ഭർത്താവ് കഴ്സനും എന്നിട്ട് സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. അവരുടെ അടുത്തേക്ക് നടന്നു വന്ന മാർക്ക് അവരോട് പറഞ്ഞു, ഏയ് ഇനി ഒരിക്കൽ കൂടി ഈ ശൈലിയിൽ നിങ്ങൾ പെരുമാറിയാൽ 2നെയും ഞാൻ തീർക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് സാമിനെ നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. കഥ മനസ്സിലായി സാം മാർക്കിനൊപ്പം പുറത്തേക്ക് നടന്നു തുടങ്ങി. ശരിക്കും ഈ രംഗം അതുപോലെ തന്നെ പലരും ഷൂട്ട് ചെയ്യുകയാണ്. മാർക്ക് ബ്രദർ സാമിന്റെ കാറിൽ അവിടുന്ന് പുറത്തേക്ക് പോയതും കഴ്സനും യാനിമയും ബാക്കിയുള്ള ബോഡി ഗാർഡുകളും ചേർന്ന് ഷോൺ തോംസനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. ഷോൺ തോംസന് അപകടം ഉണ്ടായ വിവരം അറിഞ്ഞ് മിഡിൽ സിറ്റി തന്നെ ഉണ്ടായിരുന്ന ഷോണിന്റെ പിതാവ് ഫ്രെഡി തോംസൺ ഹോസ്പിറ്റലിൽ ഓടിയെത്തി. ഹോസ്പിറ്റലിൽ അയാൾ ഓടിയെത്തുമ്പോൾ ഷോൺ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ശരിക്കും വല്ലാത്ത ടെൻഷനോടുകൂടിയാണ് ഫ്രെഡി ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഷോണിനെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രെഡിയോടായി ഡോക്ടേഴ്സ് പറഞ്ഞു, മിസ്റ്റർ ഷോണിന്റെ വലത് കൈ ഇനി ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര ഗുരുതരമായ ശൈലിയിൽ കൈ ഒടിഞ്ഞു നുറുകിയിരിക്കുകയാണ്. അനവധി ഓപ്പറേഷൻസ് അവർ ആ കൈയിൽ നടത്തിയെങ്കിലും ആ കൈ ശരിയാക്കാൻ പറ്റാത്ത ശൈലിയിൽ ഒടിഞ്ഞു നുറുങ്ങി എന്നുള്ള യാഥാർത്ഥ്യം ഡോക്ടേഴ്സ് ഫ്രെഡിയോട് പങ്കുവച്ചു. ഈ സമയത്തും ഷോണിന് ശരിക്കും ബോധമുണ്ട്. ഷോണിന്റെ കിടക്കക്കരിയിലേക്ക് വന്ന ഫ്രെഡിയോടായി ഷോൺ പറഞ്ഞു, അച്ഛാ മാർക്ക് എന്ന് പറയുന്നവനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്. അച്ഛാ അവന് വെറുതെ വിടരുത്. എമിലിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എമിലി ബ്ലാക്കിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ഒറ്റ കാരണത്താൽ തന്റെ മകനെ ആ ശൈലിയിൽ തല്ലിച്ചതയ്ക്കാൻ
ആർക്കാണ് ഈ ഭൂമിയിൽ അധികാരമുള്ളത്? ആ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ ഫ്രെഡിയുടെ മനസ്സിലോട്ട് വരുന്നത്. ഫ്രെഡി ദേഷ്യത്തോടു കൂടിയാണ് അതിരാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഫ്രെഡിയുടെ ലക്ഷ്യം ബ്ലാക്ക് കുടുംബമാണ്. ഇതേ സമയത്ത് രാവിലെ എമിലി ബ്ലാക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ സെക്രട്ടറി അവളുടെ അടുത്തേക്ക് ഓടി വന്നത്. മിസ് ബ്ലാക്ക്, കാര്യങ്ങൾ അറിഞ്ഞില്ലേ? എന്ത് കാര്യമാണ് മിസ് ബ്ലാക്ക്? ആ ഷോണും മാർക്ക് തമ്മിൽ തല്ലുണ്ടായി. മാർക്ക് ഷോണിനെ തല്ലി ചതച്ചിരിക്കുകയാണ്. ഈ മാർക്ക് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? മിസ് ബ്ലാക്ക്, നിങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതിയാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവനെ കാണിക്കുന്നത് ശരിയാണെന്ന് മിസ് ബ്ലാക്കിന് തോന്നുന്നുണ്ടോ? ആ സെക്രട്ടറി തുരുതുര അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചതും എമിലി അവളുടെ കയ്യിലിരുന്ന ടാബിലെ വീഡിയോ ആ സെക്രട്ടറി കാണിച്ചു. എമിലി കാണിച്ച ആ വീഡിയോ പൂർണ്ണമായും ആ സെക്രട്ടറി കണ്ടു കഴിഞ്ഞതും സെക്രട്ടറിയുടെ മുഖഭാവം മാറി. അയ്യോ, ഞാൻ ഇതാണ് സംഭവം എന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഒരാളോട് സംസാരിച്ചാൽ ആരായാലും തല്ലിപ്പോവും. മാർക്ക് ഫെല്ലർ ആ പാർട്ടി നടന്ന സ്ഥലത്ത് കണ്ണടച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. മാർക്ക് ഫെല്ലറെ അധിക്ഷേപിച്ചുകൊണ്ട് ഷോണും യാനിമയും സംസാരിക്കുന്നതും കൃത്യമായി കേൾക്കാം. അവർ മാത്രമല്ല, കൂടി നിൽക്കുന്ന ആളുകളൊക്കെ മാർക്കിനെ കളിയാക്കുന്നതും അതിനകത്തുണ്ട്. അതിനുശേഷമാണ് മാർക്ക് ഷോണിനെ തല്ലുന്നത്. ഷോൺ തല്ല് ചോദിച്ചു വാങ്ങിച്ചതാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. സെക്രട്ടറി അക്കാര്യം എമിലി ബ്ലാക്കിനോട് പറഞ്ഞപ്പോൾ പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അവർ രണ്ടുപേരും രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാറിൽ നിന്നിറങ്ങിയ ഫ്രെഡി തോംസൺ ശരിക്കും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരികയാണ്. അയാൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന എമിലിയെ കണ്ടു. എമിലിയെ കണ്ടതും ഫ്രെഡി ഉറക്കെ എമിലിയോട് പറഞ്ഞു, എമിലി, എന്താ ഇത്? എന്റെ മകനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനുള്ള അധികാരം ആരാ നിങ്ങൾക്ക് നൽകിയത്? വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫ്രെഡി ആ ചോദ്യം ചോദിച്ചതും എമിലി അയാളോട് പറഞ്ഞു, മിസ്റ്റർ ഫ്രെഡി തോംസൺ, നിങ്ങളെ ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്നെക്കാൾ പ്രായമുള്ളത് കൊണ്ട് മാത്രമാണ്. നോക്കേ, ഈ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഈ ശൈലിയിൽ സംസാരിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം നൽകിയത്? എമിലി ബ്ലാക്കിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോഴാണ് ഫ്രെഡി തോംസന് ശരിക്കും സ്ഥലകാല ബോധമുണ്ടാകുന്നത്. അയാൾ ഒരു നിമിഷം ഒന്ന് പതറിയെന്ന് പറയാം. അയാൾ പെട്ടെന്ന് എമിലിയോട് പറഞ്ഞു, അല്ല മിസ് എമിലി ബ്ലാക്ക്, ഞാൻ പെട്ടെന്ന് നോക്കൂ മിസ്റ്റർ ഫ്രെഡി തോംസൺ, എന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. അത് ഒരു വാണിംഗ് ആണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ പല കമ്പനികളുടെയും സിഇഒ ആയ എമിലി ബ്ലാക്കിനോട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ സംസാരിക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ഒരു സൂചനയാണ് എമിലി നൽകിയത്. അത് മനസ്സിലാക്കിയ ഫ്രെഡി ലേശ ശബ്ദം താഴ്ത്തി എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, എൻ്റെ മകൻ വളരെ ഗുരുതരമായി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്കിൾ, ഞാനത് അറിഞ്ഞായിരുന്നു. പെട്ടെന്ന് എമിലിയും പഴയ ഫോമിലേക്ക് മടങ്ങി വന്നു. അങ്കിളിന് സംശയമുള്ളത് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. മാർക്ക് ഫെല്ലറും ഷോൺ തോംസണും തമ്മിലുള്ള വിഷയത്തിൽ ഞാൻ ഇടപെടത്തുമില്ല. മിസ് എമിലി, എനിക്ക് വിശ്വസിക്കാവൂ? അങ്കിൾ ഉറപ്പായും വിശ്വസിക്കാം. ഈ കാര്യത്തിൽ ഞാൻ ഷോണിനെയും സഹായിക്കില്ല, മാർക്കിനെയും സഹായിക്കില്ല. ഞാൻ ഇതിൽ ഇടപെടത്തുമില്ല. ബ്ലാക്ക് കുടുംബം ആ വിഷയത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞതും ഫ്രെഡി തോംസണ് ശരിക്കും സന്തോഷം ഉണ്ടാവുകയാണ്. അവൻ ആഗ്രഹിച്ചിരുന്ന അതേ മറുപടിയാണ് ഇത് എമിലി പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് കുടുംബമാണ് മാർക്കിന്റെ പിന്നിൽ ഈ വിഷയത്തിൽ ഉള്ളതെങ്കിൽ തോംസന് മാർക്കിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആ ഭയമില്ല. ബ്ലാക്ക് കുടുംബം ആ വിഷയത്തിൽ ഇടപെടത്തേയില്ല. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് എമിലിയുടെ അടുത്തുനിന്ന് ഫ്രെഡി മടങ്ങുന്നത്. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡ്രാഗൺ പാരഡൈസിലെ മാർക്കിന്റെ വസതിയിലേക്ക് ആ വെള്ള തലമുടിക്കാരെ എത്തി. അയാളെ കണ്ടപ്പോൾ മാർക്കിന് ഒരു അതിശയം. മാർക്കിന്റെ ഇടിയേറ്റ് അവന്റെ രണ്ട് കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. രണ്ട് കൈയിലും ചീളി വെച്ച് കെട്ടിയിരിക്കുകയാണ്. ശരിക്കും പരമ്പരാഗതമായ രീതിയിൽ അവന്റെ കയ്യിലെ പൊട്ടലുകൾ ചികിത്സിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വേറെ പരിക്കൊന്നും അവനെ ഏറ്റിട്ടില്ല. അവനെ കണ്ടപ്പോൾ കൗതുകത്തോടെ മാർക്ക് ചോദിച്ചു, ഹേയ്, എന്താ നിങ്ങളിവിടെ? മിസ്റ്റർ മാർക്ക്, ഞാൻ മിസ്റ്റർ തോംസൺ പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ആര്? ഷോൺ തോംസണോ? അല്ല, ഷോണിന്റെ അച്ഛൻ ഫ്രെഡി തോംസൺ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എന്താ കാര്യം? മിസ്റ്റർ ഫ്രെഡി, നിങ്ങളെ ഇന്ന് വൈകുന്നേരം റിവർ സൈഡിലുള്ള വില്ലയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. റിവർ സൈഡിലെ വില്ലയോ? അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കം വില്ലയുണ്ട്. അവിടെ ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് മിസ്റ്റർ ഫ്രെഡി നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായും വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ആ വെള്ളത്തലമുടിക്കാരൻ പറഞ്ഞത് കേട്ടതും മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഓക്കെ, ഞാൻ വരാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും
ആ വെള്ള തലമുടിക്കാരൻ മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക്, നിങ്ങൾ ഇന്ന് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണടച്ച് ബ്രീത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ശരിക്കും അത് ഒരു വ്യത്യസ്തതയുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. സത്യമായിട്ടും അങ്ങനെയല്ലേ? ആ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ മാർക്കിൻ്റെ ആ ബ്രീത്തിങ് എക്സസൈസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ വെളുത്ത തലമുടിക്കാരൻ കൃത്യമായിട്ടും അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ വെളുത്ത തലമുടിക്കാരൻ്റെ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് ഒന്ന് പുഞ്ചിരിച്ചു. അത് ഒരു എക്സസൈസ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അയാളോട് പറഞ്ഞു, ഞാൻ എന്തായാലും 7 മണിയാകുമ്പോൾ അവിടെ വരാം. വൈകുന്നേരം 4 മണിക്കാണ് ആ വെളുത്ത തലമുടിക്കാരൻ മാർക്കിനെ കാണാൻ വന്നത്. 7 മണിക്ക് തന്നെ മാർക്ക് അവിടെ എത്താമെന്ന് സമ്മതിച്ചതും ആ വെളുത്ത തലമുടിക്കാരൻ മാർക്കിനോട് യാത്ര പറഞ്ഞിറങ്ങി. വെളുത്ത തലമുടിക്കാരൻ പോയി കഴിഞ്ഞതും മാർക്ക് അവൻ്റെ വസതിക്കുള്ളിലേക്ക് കയറി ഔഷധ സസ്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് വന്നു. മാർക്ക് ഒരു മരുന്ന് അതിവേഗം ഉണ്ടാക്കി തുടങ്ങി. ശരിക്കും മാർക്ക് ഉണ്ടാക്കിയത് ഒരു ബോൺ മാരോ പില്ലാണ്. ഷോണിന്റെ അച്ഛൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കുമെന്ന് മാർക്കിന് 100% ഉറപ്പാണ്. ഷോണിന്റെ ആ ഒടിഞ്ഞ കൈ ശരിയാക്കാൻ മാർക്കിന് മാത്രമേ പറ്റൂ. ആ ഒടിഞ്ഞ കൈ ശരിയാക്കാനുള്ള ഒരു മരുന്നാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ സമയത്തോടെ ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ നിരന്തരമായ ശ്രമത്തിനൊടുവിൽ മാർക്ക് മഞ്ഞ നിറത്തിലുള്ള ഒരു ഗുളിക ഉണ്ടാക്കി. ആ ഗുളിക ഏത് തരത്തിലുള്ള ഒടിവും ഭേദപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗുളികയാണ്. മാർക്കിന്റെ മനസ്സിലേക്ക് അവൻ്റെ അച്ഛൻ ഒരു ചലച്ചിത്രം പോലെ എത്തിച്ചിരിക്കുന്ന ആ മരുന്നിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് മാർക്ക് ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ഫോർമുല കണ്ടെത്തിയത്. ബോൺ മാരോ പില്ല് ഉണ്ടാക്കി കഴിഞ്ഞതും മാർക്ക് ആ ഗുളികയുമായി നേരെ റിവർ സൈഡിലെ ആ വില്ലയിലേക്ക് തിരിച്ചു. തലേദിവസം വൈകുന്നേരം മാർക്ക് ചെന്ന ആ സ്ഥലത്തല്ല ഈ വില്ല, ഇത് കുറച്ചുകൂടി മാറിയാണ്. മാർക്ക് ആ വസതിയിലേക്ക് വരുമ്പോൾ ശരിക്കും ആ ഹാളിനകത്ത് ഫ്രെഡി തോംസൺ ചില ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. എന്നാലും എൻ്റെ മോനെ അവൻ അങ്ങനെ ചെയ്തല്ലോ സാർ, അങ്ങ് വിചാരിച്ചാൽ അവന് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ ഫ്രെഡിയോട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഓടി അങ്ങോട്ട് വന്നത്. സാർ, മിസ്റ്റർ മാർക്ക് വന്നിട്ടുണ്ട്. അവൻ വന്നാ, അവന് ധൈര്യമുണ്ടല്ലോ. താൻ ക്ഷണിച്ച സ്ഥലത്തേക്ക് ഇതാ മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു സിംഹക്കോട്ടിലേക്ക് ഒരാളും അങ്ങനെ എളുപ്പം കയറി വരുന്നതല്ല. ഇതാ മാർക്ക് അങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ്. ഫ്രെഡിക്ക് മാർക്കിന്റെ ആ വരവിൽ ഒരു കൗതുകം തോന്നി. അയാൾ കൗതുകത്തോടെ പുറത്തേക്ക് നോക്കുമ്പോൾ അകത്തേക്ക് മാർക്ക് വന്നു. മാർക്ക് നടന്ന് അയാളുടെ അടുത്തേക്ക് വന്നു. ഹലോ മിസ്റ്റർ തോംസൺ, നിങ്ങൾ എന്താ എന്നെ വിളിപ്പിച്ച്? തന്റെ അടുത്തേക്ക് നടന്നു വന്നതിന് ശേഷം വളരെ കൂളായിട്ട് ആ ചോദ്യം ചോദിച്ച മാർക്കിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ഫ്രെഡി മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിനക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്നോ കരുതി എന്തും ചെയ്യാമെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? നീ എന്റെ മകനെ കാര്യമായി ഉപദ്രവിച്ചു അല്ലേ? മിസ്റ്റർ തോംസൺ, നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മകനെ ഉപദ്രവിച്ചതല്ല. നിങ്ങളുടെ മകൻ എന്റെ കയ്യിൽ നിന്ന് ചോദിച്ച് തല്ല് വാങ്ങിച്ചതാണ്. എന്റെ മകൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അവിടെ തല്ലാറായോ? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നോക്കിയത് ആ വെള്ള തലമുടിക്കാരനെയാണ്. വെള്ള തലമുടിക്കാരനാണ് യഥാർത്ഥത്തിൽ ഷോണിനെ പ്രൊട്ടക്ട് ചെയ്യാനായി നിയോഗിക്കപ്പെട്ട ആൾ. മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ഫ്രെഡി പെട്ടെന്ന് കാലുയർത്തിയ വെള്ള തലമുടിക്കാരന് ഒരൊറ്റ ചവിട്ട്. ശരിക്കും അപ്രതീക്ഷിതമായി ആ വെള്ള തലമുടിക്കാരന് നെഞ്ചിലേക്ക് ഫ്രെഡി ആഞ്ഞ് ചവിട്ടുകയായിരുന്നു. ചവിട്ടേറ്റ് 2 കൈയിലും ചീളി വെച്ച് കെട്ടിയിരിക്കുന്ന വെള്ള തലമുടിക്കാരൻ ചവിട്ടേറ്റ് ദൂരേക്ക് തെറിച്ചു വീണു. ശരിക്കും അപ്രതീക്ഷിതമായി പോയി അയാളുടെ ആ ചവിട്ട്. ആ വെള്ള തലമുടിക്കാരൻ ഒരിക്കലും അത്തരത്തിൽ ഒരു ചവിട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. മാർക്കും കൗതുകപൂർവ്വമാണ് ആ കാഴ്ച കണ്ടത്. തറയിലേക്ക് വീണ ആ വെള്ള തലമുടിക്കാരൻ പെട്ടെന്ന് തോംസണോട് ചോദിച്ചു, മിസ്റ്റർ തോംസൺ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എടാ പന്നി, മിണ്ടരുത്. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി എന്റെ മകനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റാത്ത നീ ജീവിച്ചിരുന്നോണ്ട് വലിയ കാര്യമില്ല. അങ്ങനെ തോംസൺ പറഞ്ഞതും തോംസന്റെ പുറകെ നിൽക്കുകയായിരുന്ന ഒരാൾ മുന്നോട്ട് നീങ്ങി. അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. തറയിൽ വീണ് കിടക്കുന്ന ആ വെള്ള തലമുടിക്കാരനെ അവിടെ ഇട്ട് കുത്തിക്കൊല്ലുക എന്നുള്ളതാണ് തോംസന്റെ ടാർഗറ്റ്. മാർക്കിന്റെ കൺമുന്നിൽ വെച്ച് ആ കൃത്യം ചെയ്യുക എന്നുള്ളതാണ് തോംസന്റെ ലക്ഷ്യം. മാർക്കിനെ എന്തോ ഒരു കെണിയിൽപ്പെടുത്താനുള്ള ഒരു പ്ലാൻ തോംസൺ ഉണ്ടാക്കിയിരിക്കുന്നു വ്യക്തമാണ്. തറയിൽ വീണ് കിടക്കുന്ന ആ വെള്ള തലമുടിക്കാരൻ എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും
കത്തിയുമായി ഒരു ബോഡി ഗാർഡ് അവന്റെ അടുത്തെത്തി കഴിഞ്ഞു. അവൻ ആ കത്തി വലിച്ചൂരി ഒരൊറ്റ കുത്ത്. ശരിക്കും ആ കത്തി വെള്ള തലമുടിക്കാരന്റെ പുറത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ ആ കത്തി ആ ബോഡി ഗാർഡിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു. കിടുങ്ങുന്ന ശബ്ദത്തോടു കൂടി ആ കത്തിക്ക് തെറിച്ചു പോവുകയായിരുന്നു. അവന്റെ കത്തിയിലേക്ക് അതിശക്തമായി ആരോ എന്തോ എറിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മാർക്ക് അവന്റെ കയ്യിൽ നിന്നെടുത്ത നാണയത്തെ ശക്തമായി ഒന്ന് തെറിപ്പിച്ചതാണ്. ആ നാണയം ആ കത്തിയിലിടിച്ച് കത്തി അങ്ങ് തെറിച്ചു. ആ ബോഡി ഗാർഡിന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ശക്തമായി കത്തി അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയപ്പോൾ ഒരു വല്ലാത്ത ഫോഴ്സ് അവന്റെ കയ്യിൽ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ അമ്പരപ്പോടെ അവന്റെ കയ്യിൽ നോക്കുമ്പോൾ മാർക്ക് നടന്ന് ആ വെളുത്ത തലമുടിക്കാരൻ്റെ അടുത്തെത്തി. മാർക്ക് അയാളെ ഷോൾഡർ പിടിച്ച് പതുക്കെ എണീപ്പിച്ചു. തലേദിവസം വൈകുന്നേരം മാർക്കിന്റെ ഇടിയേറ്റ ആ വെളുത്ത തലമുടിക്കാരനെ മാർക്ക് തന്നെ പിടിച്ചെണീപ്പിക്കുകയാണ്. മാർക്ക് ആ വെളുത്ത തലമുടിക്കാരനോട് പറഞ്ഞു, ഏയ്, നിനക്ക് ഇതുപോലുള്ള ആളുകളോട് ജോലി ചെയ്യാൻ ഒരു നാണവുമില്ലേ? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം വാ. ശരിക്കും അപ്രതീക്ഷിതമായ ഒരു ക്ഷണമാണ് മാർക്ക് ആ വെളുത്ത തലമുടിക്കാരന്റെ മുന്നിൽ വെച്ചത്. അത് കേട്ടപ്പോ ഫ്രെഡി ഒന്ന് ചിരിച്ചു. ഹേയ്, അവരങ്ങനെയൊന്നും പോകത്തില്ല. ഫ്രെഡി അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ വെളുത്ത തലമുടിക്കാരൻ അവൻ അണിഞ്ഞിരുന്ന കോട്ട് ഊരി തറയിലേക്ക് ഇട്ടു. ആ കോട്ട് അവന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് തോംസൺ കുടുംബമാണ്. അവൻ തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത ഷോണിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്, എന്നിട്ടും നിങ്ങൾ എന്നോട് കാണിച്ചത് വലിയ ചതിയായിപ്പോയി. ഏയ്, നിന്നെ ചതിക്കാൻ ഞാൻ ആര്? നീ എന്റെ മുന്നിൽ വെറൊരു പുഴു മാത്രമാണ്. നിന്നെപ്പോലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ മുന്നിൽ ഒരു സ്ഥാനവുമില്ല. നിന്നെപ്പോലുള്ള ആളുകളെ ഞങ്ങൾ ഉപയോഗിക്കും, പിന്നെ കളയും. അത് ലോകനീതിയാണ്. തോംസൺ വളരെ കൂളായിട്ട് അയാളുടെ ന്യായം വ്യക്തമാക്കിയപ്പോൾ ആ വെളുത്ത തലമുടിക്കാരൻ തോംസണോട് പറഞ്ഞു, മിസ്റ്റർ തോംസൺ, ഞങ്ങൾക്കും അഭിമാനമൊക്കെ ഉണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ വിടുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ വെളുത്ത തലമുടിക്കാരൻ മാർക്കിനൊപ്പം പുറത്തേക്ക് നടന്നു തുടങ്ങി. മാർക്കിനെ തടുക്കാനോ മാർക്കിനോട് എന്തെങ്കിലും പറയാനോ ഷോണിന്റെ പിതാവായ ഫ്രെഡിക്ക് പറ്റാത്തൊരു സാഹചര്യം. മാർക്കിനെ തടുത്തു നിർത്തുന്നതൊക്കെ ഫ്രെഡിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ അയാൾക്ക് എന്തോ ഒരു മടി. ആ വെളുത്ത തലമുടിക്കാരനെയും കൊണ്ട് ഡ്രാഗൺ പാരഡൈസിൽ മടങ്ങിയെത്തിയ മാർക്ക് അവനോട് ചോദിച്ചു, ഏയ്, നിന്റെ പേരെന്താണ്? മിസ്റ്റർ മാർക്ക്, എൻ്റെ പേര് നീൽ ഫ്ലമിംഗ് എന്നാണ്. ഓക്കെ നീൽ, ഇത് കഴിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് നേരത്തെ ഷോണിന് കൊടുക്കാനായി കൊണ്ടുപോയ ആ പിൽസ് നീലിന് കൊടുത്തു. മഞ്ഞ നിറത്തിലുള്ള ആ പിൽസ് കയ്യിലേക്ക് വാങ്ങിച്ച നീൽ മാർക്കിനോട് ചോദിച്ചു, ഇത് കഴിക്ക്. മാർക്ക് അങ്ങനെ പറഞ്ഞതും നീൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ഗുളിക അങ്ങ് വിഴുങ്ങി. ശരിക്കും ആ ഗുളിക വിഴുങ്ങി ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ നീലിന്റെ ബോഡിക്കുള്ളിൽ എന്തൊക്കെയോ അനക്കം ഉണ്ടാകുന്നതായി നീലിന് ഫീൽ ചെയ്തു. കൃത്യം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീലിന്റെ ബോഡിക്കുള്ളിലൂടെ ശരിക്കും ഒരു എനർജി പ്രവാഹം ഉണ്ടായതുപോലെ നീലിന് തോന്നുകയാണ്. ശരിക്കും അമ്പരപ്പോടുകൂടി തന്റെ ബോഡിക്കുള്ളിലുള്ള ആ ഊർജ പ്രവാഹത്തെ ശ്രദ്ധിച്ചു നിൽക്കുന്ന നീലിന്റെ മുന്നിലേക്ക് വന്ന മാർക്ക് നീലിന്റെ കയ്യിലൊന്ന് പിടിച്ചു. ആ കയ്യിലേക്ക് പിടിച്ച മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഊർജ പ്രവാഹം നീലിന്റെ ബോഡിയിലേക്ക് ഉണ്ടാകുന്നത് നീലിന് അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ശക്തമായ ഒരു ഊർജ പ്രവാഹം നീലിന്റെ ബോഡിയിലേക്ക് ഉണ്ടായതും നീലിന്റെ മുട്ടിൽ ശരിക്കും തീവ്രമായ പെയിൻ അനുഭവപ്പെടുകയാണ്. വല്ലാത്തൊരു പെയിനാണ് നീലിന്റെ ആ മുട്ടിൽ അനുഭവപ്പെടുന്നതെങ്കിലും മാർക്ക് അവിടെ തന്നെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മിനിറ്റോളം മാർക്ക് അങ്ങനെ തന്നെ പിടിച്ചിരുന്നു. 3 മിനിറ്റ് കഴിഞ്ഞതും മാർക്ക് നീലിന്റെ ഇടത് കൈയിൽ ആ പരിപാടി തുടങ്ങി. അവിടെ ഒരു 3 മിനിറ്റ് നേരം മാർക്ക് അങ്ങനെ പിടിച്ചു. ഇപ്പോ മേശപ്പുറത്തിരിക്കുന്ന ആ 2 കൈയിലേക്കും ഒന്ന് നോക്കിയിട്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, ഇനി കൈയൊന്ന് ഉയർത്തി. മേശപ്പുറത്തിരിക്കുന്ന കൈ നീൽ പതുക്കെ ഉയർത്തി തുടങ്ങി. നീലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കൈ 2 ഉയരുകയാണ്. ശരിക്കും ആ 2 കൈയും നേരെ കുത്തനെ ഉയർത്താൻ ഇപ്പോൾ നീലിന് പറ്റി. നീലിന്റെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പാണ്. അവന്റെ കൈ ചീളി വെച്ച് കെട്ടിയിരിക്കുകയാണ്. 2 കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ മുട്ടിന്റെ അവിടെ വെച്ച് ഒടിഞ്ഞ കൈകളാണ്. ആ 2 കൈയുമാണ് ഇപ്പൊ കൂളായി പൊക്കാൻ പറ്റുന്നത്. മാർക്ക് നീലിനോട് പറഞ്ഞു, ഇനി ആ കെട്ടഴിക്ക്. കേട്ട മാത്രയിൽ നീല് അവന്റെ കയ്യിൽ ആ കെട്ടഴിച്ചു. 2 കൈയിലെയും കെട്ടഴിച്ചപ്പോൾ നീലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ പൊട്ടൽ കാണാനേ ഇല്ല. അവന്റെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന ആ കൈക്ക് പകരം ഇപ്പോ പഴയ കൈകളാ ഉള്ളത്. പക്ഷെ ഇപ്പോ ആ കൈക്ക് കുറേ ശക്തി ഉണ്ട്. മാർക്ക് നീലിനോട് പറഞ്ഞു, നീ കഴിച്ചത് ബോൺ മാരോ പില്ലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആ പില്ല് ഷോണിന് കൊടുക്കാനായി ഉണ്ടാക്കിയതാണ്. പക്ഷേ അവന്റെ അച്ഛൻ ആ ഫ്രെഡിയുടെ പെരുമാറ്റം
ശരിക്കും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. നിനക്കെന്തായാലും അത് ഉപയോഗപ്പെട്ടു. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ, ഇന്നു മുതൽ നീ എനിക്കൊപ്പം കുടിക്കൂ. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നിനക്ക് ആ ബ്രീതിങ് എക്സസൈസ് പഠിപ്പിച്ചു തരാം. തലേദിവസം വൈകുന്നേരം ആ ബ്രീതിങ് എക്സസൈസ് മാർക്ക് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് മാർക്കും നീലും തുല്യ ശക്തരാണ്. മാർക്ക് അവൻ്റെ സ്പിരിച്വൽ എനർജി റിഫൈനിങ് സ്റ്റേജ് 2 നിൽക്കുമ്പോഴാണ് ആ ബ്രീതിങ് എക്സസൈസ് മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ ചുറ്റും ആളുകൾ മാർക്കിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ റിഫൈനിങ് സ്റ്റേജ് 2 നിന്ന് റിഫൈനിങ് സ്റ്റേജ് 3 കടക്കുകയായിരുന്നു. സ്റ്റേജ് നമ്പർ 3 കടന്ന മാർക്കിന് അതുകൊണ്ടാണ് വളരെ എളുപ്പം നീലിനെ തോൽപ്പിക്കാൻ പറ്റിയത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യേ. താങ്ക് യു.